2024 ആരാധകരെ അമ്പരിപ്പിച്ച മറ്റൊരു വിവാഹമോചന വാർത്തയായിരുന്നു ജയൻ രവിയുടേതും ഭാര്യ ആർതിയുടെയും. 15 വർഷങ്ങൾ നീണ്ട ദാമ്പത്യ ജീവിതം അവസാനിപ്പിക്കുകയാണെന്ന് പറഞ്ഞാണ് ജയൻ രവി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് പങ്കുവച്ചിരുന്നത്. എന്നാൽ തന്റെ അറിവോ സമ്മതമോ കൂടാതെയാണ് ജയൻ രവി വിവാഹമോചനം പ്രഖ്യാപിച്ചതെന്ന് പറഞ്ഞ് ഭാര്യ ആർതിയും രംഗത്തെത്തി. ആർതിയുമായുള്ള വിവാഹമോചനത്തിൽ താൻ മാനസിക സംഘർഷങ്ങളും പിരിമുറുക്കങ്ങളും അനുഭവിച്ചിരുന്നു. അതിനാൽ വീണ്ടും വിവാഹമോചനം വേണമെന്നാവശ്യപ്പെട്ട് ജയൻ രവിയാണ് വിവാഹമോചനത്തിന് കേസ് ഫയൽ ചെയ്തത്. കേസ് പരിഗണിച്ച കോടതി നേരത്തെ ഇരുവരോടും പരസ്പരം സംസാരിച്ച് കാര്യങ്ങൾ ഒത്തുതീർപ്പാക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. അതിനുവേണ്ടി ഒരു മധ്യസ്ഥനുമുണ്ടായി. 2009 ജയൻ രവിയുടെയും ആർത്തിയുടെയും വിവാഹം കഴിഞ്ഞത്. ഇരുവരും പ്രണയ വിവാഹമാണ് കഴിച്ചിരുന്നത്. ആർത്തി തമിഴ് നിർമ്മാതാവിന്റെ മകളാണ്. വിവാഹത്തിന് ആദ്യം കുടുംബത്തിന് വൻ വിയോജിപ്പ് തന്നെയായിരുന്നു. എന്നാൽ ജയൻ രവിയെ മാത്രമേ താൻ വിവാഹം കഴിക്കൂ എന്ന് പറഞ്ഞ് ആർത്തി ആത്മഹത്യാ ഭീഷണി മുഴക്കിയതിനു ശേഷമാണ് വിവാഹത്തിലേക്ക് ഈ ബന്ധം എത്തിയതെന്ന തരത്തിലാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുള്ളത്. 2 ആൺമക്കളാണ് ജയൻ രവിക്കും ആർത്തി രവിക്കും ഉള്ളത്. നിലവിൽ മക്കൾ 2 പേരും ആർത്തിക്കൊപ്പമാണ് താമസം. അടുത്ത കാലത്ത് തമിഴകത്ത് ഏറെ ചർച്ചയായതാണ് ജയൻ രവി ആർതി രവി വേർപിരിയൽ. ജയൻ രവിയാണ് പിരിയാൻ തീരുമാനം ആദ്യം എടുത്തതെന്നാണ് റിപ്പോർട്ടുകൾ അത്രയും. എന്നാൽ ആർതി രവിക്ക് താല്പര്യമുണ്ടായിരുന്നതേയില്ല. ആർതിയുടെ നിയന്ത്രണങ്ങൾ തനിക്ക് അസഹനീയമാണെന്നാണ് നടന്റെ വാദം അത്രയും. ജയൻ രവിയുമായി സംസാരിച്ച് പ്രശ്നങ്ങൾ തീർക്കാൻ ആർതി രവി ആഗ്രഹിച്ചെങ്കിലും നടൻ അതിന് തയ്യാറായിരുന്നില്ല. വിവാഹമോചനത്തിന് കേസ് ഫയൽ ചെയ്തു. ആരാധകർക്ക് ഞെട്ടിലായിരുന്നു ഈ ഒരു വാർത്ത. പൊതുവേദികളിൽ അടുത്തിടെ പോലും ഒരുമിച്ചെത്തിയതാണിവർ. എന്നാൽ ഇവർ തമ്മിൽ പ്രശ്നങ്ങളുണ്ടെന്ന് ആർക്കും തന്നെ തോന്നിയിരുന്നില്ല. സോഷ്യൽ മീഡിയയിൽ നിന്നും ഒരുമിച്ചുള്ള ഫോട്ടോകൾ നീക്കിയതോടെയാണ് അഭ്യൂഹങ്ങൾ അത്രയും പ്രചരിച്ചു വന്നത്. പിന്നാലെ പിരിയുകയാണെന്ന് ജയൻ രവി അറിയിക്കുകയും ചെയ്തു. എന്നാൽ തന്റെ അറിവോ സമ്മതമോ ഇല്ലാതെയാണ് ഇങ്ങനെയൊരു തീരുമാനമെന്ന് വാദിച്ച് ആർതി രവി പ്രസ്താവന പുറത്തുവിട്ടിരുന്നു. വിവാഹമോചന കേസ് കുടുംബ കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണിപ്പോൾ. 2 പേരും പരസ്പരം പ്രശ്നങ്ങൾ സംസാരിക്കാൻ കോടതി നേരത്തെ തന്നെ നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ സമവായ ചർച്ച ഫലം കണ്ടില്ല. കഴിഞ്ഞ ദിവസം കോടതിയിൽ ജയൻ രവിയും ആർത്തിയും ഹാജരായി. ഒരിക്കൽ കൂടി ചർച്ച നടക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ചർച്ച സമവായത്തിലെത്തിയില്ലെന്ന് മധ്യസ്ഥൻ കോടതിയെ അറിയിക്കുകയും ചെയ്തു. ഇതോടെ ഇരുവരോടും ഒരിക്കൽ കൂടി മനസ്സ് തുറന്ന് സംസാരിക്കാൻ കോടതി ആവശ്യപ്പെട്ടു. കേസിലെ വിചാരണ 2025 ജനുവരി 18 മാറ്റുകയും ചെയ്തു. ആർതിയുമായി ഇനി ഒരുമിച്ച് മുന്നോട്ട് പോകാൻ ജയൻ രവിക്ക് താല്പര്യപ്പെടുന്നില്ലെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. 2009 ഇരുവരും വിവാഹിതരായത്. തമിഴ് സിനിമാ നിർമ്മാതാവ് സുജയ വിജയകുമാറിന്റെ മകളാണ് ആർതി. ആർതിയുടെ കുടുംബത്തിന്റെ ഇടപെടലും തനിക്ക് മേലുള്ള നിയന്ത്രണവും ജയൻ രവിയിൽ നീരസമുണ്ടാക്കിയെന്ന റിപ്പോർട്ടുകളുമുണ്ട്. സുജാത വിജയകുമാർ നിർമ്മിച്ച സിനിമകളിൽ ജയൻ രവി അഭിനയിച്ചിട്ടുമുണ്ട്. എന്നാൽ ഇവയൊന്നും കാര്യമായി ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല. സിനിമയുമായി ബന്ധപ്പെട്ടുണ്ടായ ചില പ്രശ്നങ്ങൾ വിവാഹ ജീവിതത്തെയും ബാധിച്ചിരുന്നു. ജയൻ രവിയുടെ എല്ലാ കാര്യങ്ങളിലും ആർതിക്കടുത്ത് നിയന്ത്രണം തന്നെയായിരുന്നു വെച്ചിരുന്നത് എന്നാണ് ആരോപണം. അധികം പണം ചെലവഴിക്കാൻ നടന് അനുവാദം ഉണ്ടായിരുന്നില്ല. സോഷ്യൽ മീഡിയ അക്കൗണ്ട് കൈകാര്യം ചെയ്തത് ആർതിയാണ്. സ്വന്തം പണം ചെലവഴിക്കാൻ അനുവാദമില്ലാത്ത നടൻ ജോലിക്കാർക്ക് മുന്നിൽ ഉൾപ്പെടെ അപമാനിക്കപ്പെട്ടിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഇതോടെയാണ് വേർപിരിയാനുള്ള തീരുമാനം. വീട് വിട്ടുപോയ ജയൻ രവി പിന്നീട് തന്നെ കാണാൻ പോലും തയ്യാറില്ലെന്നും സംസാരിക്കാൻ ഒരുപാട് തവണ താൻ ശ്രമിച്ചിരുന്നുവെന്നും ആർതി രവി നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. തനിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന വ്യക്തിഹത്യക്കെതിരെയും ആർതി പ്രതികരിച്ചു. എന്നാൽ 2 മക്കളാണ് ജയൻ രവിക്കും ആർതിക്കും ഉള്ളത്. കരിയറിലെ തിരക്കുകളിലാണ് നടനിപ്പോൾ. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.